ഒന്ന് രാകേഷിന്റെ വാർത്തയിലേക്കൊന്ന് പോകണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പൊൻകുന്നം പോലീസ് കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കൊരട്ടി സ്വദേശി സജീവിനെതിരെ കൊല്ലം സ്വദേശിയെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത്. ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി റിപ്പോർട്ടർ ചാനലാണ് പുറത്തു കൊണ്ടുവന്നത്. MM രാകേഷ് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. MM രാകേഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യത്തെ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് SIT. നേരത്തെ ഈ കൊരട്ടി സ്വദേശിയ സജീവിനെതിരെ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പരാതി ഉന്നയിച്ചിരുന്നു. അതിൽ ഒരു പരാതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് രാകേഷ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പൊൻകുന്നം പോലീസ് എടുത്ത കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് മാനേജർക്കെതിരെ 2014 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മൊഴി നൽകുന്നത്. ഈ മൊഴിക്കകത്ത് പറയുന്നത് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായി, ഒപ്പം തന്നെ അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിനകത്ത് ഹൈക്കോടതിയുടെ പരാമർശം നമുക്കറിയാം, ഒപ്പം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം അറിയാം. ഈ അന്വേഷണങ്ങളുടെ എല്ലാം തന്നെ തുടർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ആദ്യത്തെ കുറ്റപത്രം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൊല്ലത്ത് മറ്റൊരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊല്ലം പൂയംപള്ളി പോലീസ് സ്റ്റേഷനിലാണ് ഇതേ സമയം തന്നെ നമ്മൾ ഈ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിന് സമാനമായി തന്നെ മറ്റൊരു കേസുണ്ടായിരുന്നത്. രതീഷ് അമ്പാടിക്കെതിരെയായിരുന്നു അത്തരത്തിലൊരു കേസുണ്ടായിരുന്നത്. പൊൻകുന്നം സ്വദേശിയാണ് രതീഷ് അമ്പാടി. ഈ കേസിനകത്ത് ഇനി കുറ്റപത്രം സമർപ്പിക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ കേസന്വേഷണവും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടെ വന്ന പശ്ചാത്തലത്തിൽ എത്രമാത്രമായിരിക്കും ഇത് കോടതിയിലേക്ക് നീങ്ങുകയും മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങുകയും എന്നറിയാനുള്ള ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ ആദ്യത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അരുൺ.